ഗൈസ് ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് രാവിലെ എനിക്കിപ്പോൾ ലേറ്റായി ഗൈസ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബ്രെഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അവിടെ ബക്കറ്റൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തുണികളും സംഭവങ്ങളൊക്കെ അലക്കാൻ വേണ്ടി ഇവിടെ ബക്കറ്റിൽ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് അലക്കിയതിന് ശേഷം നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ തുണിയും സംഭവങ്ങളൊക്കെ അലക്കിയിട്ടുമായിട്ട് ഇങ്ങനെ പതിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അലക്കിയിട്ടുമായിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അപ്പോഴത്തേക്കും ഞാൻ ഒന്ന് കഴുകി എല്ലാം വെച്ചെടുത്തെ. ഓക്കെ, പോളൂർ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് സ്ട്രീറ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെ ഫുഡ് ട്രക്കും പിന്നെ മറ്റേ തട്ടുകട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് അക്ബർ? എന്തോ കണ്ടുകൂടി വന്നതാണ്. സോ എന്തായാലും നമ്മൾ പോട്ടെ. ഇവിടെയാണ് കേട്ടോ ഫുഡ് ട്രക്ക്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഗൈസ്, നമ്മൾ പറഞ്ഞ ചിക്കൻ കൊത്ത് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട് അബി? കഴിക്കാം. അടിപൊളിയായിട്ടുണ്ട്. സ്ട്രീറ്റ് ഫുഡ് സക്സസ്. റൗണ്ട് 2 പൊറോട്ടയും ഷെയറും കൂടി കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഡിന്നർ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കലക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ എന്തായാലും കഴിക്കട്ടെ. ഗൈസ്, ഇപ്പം സമയം 11 മണി രാത്രിക്ക് നിങ്ങൾ കേൾക്കണ ശബ്ദമാണ് കേട്ടോ ഇത്. കൊട്ടാണ് ഇവിടെ. കൊട്ട് 11 മണിക്കൊക്കെയാണ് കൊട്ട് നടക്കണ. എന്താ അവസ്ഥയാണ് ഗൈസ്. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഉറങ്ങാൻ പറ്റൂല. എന്തിനാ കൊട്ടനെന്നും അറിയാൻ പാടില്ല. എന്തോ അമ്പലത്തിലത്തെ എന്തോ ഇതിന് വേണ്ടിയാണ് ഒരു കൊട്ടണ കണ്ടേക്കണേ. സോ എന്താ സംഭവം ഒന്നും അറിയാൻ പാടില്ല. രാത്രി 11 മണി കേട്ടോ. നമുക്കിങ്ങനെ വൈബ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊട്ടുകാരാണ്. അവിടെ പിള്ളേരെയൊക്കെ റോട്ടിൽ കിടക്കണ ഗൈസ്. നടു റോട്ടിൽ കിടക്കണ. എന്താ അവസ്ഥയാടാ? എടാ ഒന്നും കാണുന്നില്ല. ഇവന്മാര് ഇവിടെ നടു റോട്ടിൽ കിടക്കുന്നുണ്ട്. ഗൈസ്, പണക്കൊക്കെ പൊട്ടിക്കണ്ട കേട്ടോ. സീനാണ്. ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. ഗൈസ്, അവര് നടന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തോ തേര് പോലെ എന്തൊരു സംഭവം ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ.
രാത്രി 11 മണിക്കാണ് അവരെന്തോ ദേവീനെ തേരില് പ്രദർശനം പോലെ എന്തോ കൊണ്ടുപോകുന്നത്. അതിന്റെ ചെണ്ടോട്ടാണ് നമ്മൾ കേട്ടതും കണ്ടതും. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞത് ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇന്നത്തെ അലക്കും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ലഞ്ചിന് വേണ്ടി നമ്മളത് ചോറ് അരിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അരി ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറാവട്ടെ. ഇവിടെ എല്ലാവരും കൂടി ഷെഫ് മിഥുനൊക്കെ കേർഡ് റൈസ് ഉണ്ടാക്കാൻ പോകാമെന്നാണ് പറഞ്ഞത്. സോ എനിക്ക് തൈര് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് നമ്മുടെ ചോറ് ആയതിനു ശേഷം അതിനെ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ട് ബാക്കി അവർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാനാണ് ഇപ്പോൾ എനിക്കുള്ള പ്ലാൻ. സോ കേർഡ് റൈസ് ആയിരിക്കും ഇന്നത്തെ ലഞ്ചെന്നാണ് ഇതുവരെയുള്ള തീരുമാനം. സോ അവർക്ക് കേർഡ് റൈസ് ഉണ്ടാക്കാൻ പോകാമെന്നാണ് പറയാനുണ്ടായിരുന്നത്. സോ എന്തായാലും ചോറ് വെച്ചിട്ടുണ്ട്. ചോറായ ശേഷം നമ്മളത് ഉണ്ടാക്കാൻ പറയും. ഗൈസ്, നമുക്കിന്ന് ചോറ് കഴിക്കാൻ വേണ്ടി ചിക്കൻ ഫ്രൈ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അബി. കാരണം എന്താന്ന് പറയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ തൈര് സാധനം ആക്കാന്ന് പറഞ്ഞു. പിന്നെ ആളെ കാണുന്നില്ല. പിന്നെ ചോറ് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് ഉണ്ട്. ചോറുണ്ട്. അതെ അതെ. ഗൈസ്, തൈര് സാധമാക്കാൻ തുടങ്ങി അവർ ചതിച്ചു ഗൈസ്. അവർ തൈര് സാധം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനില്ല സാധുവില്ല ഒന്നുമില്ല. പിന്നെ ഞാൻ ഓൾറെഡി നേരത്തെ ചോറെടുത്ത് അച്ചാർ കൂട്ടി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് അതെ അതെ എന്നെ തൈര് പിടിച്ച് കഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്. സോ ഗൈസ്, നേരത്തെ കഴിക്കാൻ തുടങ്ങിയോണ്ട് ഞാൻ ഏകദേശം കഴിച്ച് തീരാറായി. പക്ഷെ ഞാൻ അവരുണ്ടാക്കും എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പക്ഷെ പിന്നെ എഴുന്നേറ്റ് പോയി നോക്കി കഴിഞ്ഞപ്പോ രണ്ടാളെയും കാണാനില്ല, എവിടെയോ അപ്രത്യക്ഷമായി. അതുകൊണ്ട് അബി കഴിക്കാൻ വേണ്ടി ചിക്കൻ ഫ്രൈ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പപ്പടം വറുത്തിട്ടുണ്ട്. സോ ഇനി അബിയും അച്ചാറും ചിക്കൻ ഫ്രൈയും കൂട്ടി കഴിക്കുന്നതായിരിക്കും. സോ ലഞ്ച് ടൈം. ഓക്കെ ഗൈസ്, സോ നമ്മളെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പം സമയം 5 മണി. 5 മണി സമയത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസം ഗോട്ട് ട്രെയിലറിൻ്റെ റിലീസാണ്. സോ വിജയുടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ട്രെയിലർ നമുക്ക് കാണാം. ഗൈസ്, എന്തോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെയാണ് തോന്നുന്നത്. പക്ഷേ അപ്പാന്ന് വിളിക്കുന്നുണ്ട്. ഡബിൾ റോളിൽ ചെയ്യുമ്പോൾ മറ്റേ AI ഫീച്ചർ വെച്ചിട്ടല്ലേ പക്ഷെ അത് എങ്ങനെയായിട്ടുണ്ടോ കേട്ടോ ആക്കിയത് അപ്പാന്ന് വിളിക്കുന്ന പോലെ തോന്നി. എടാ, അതിന്റെ ഇടയ്ക്ക് നീ ഒരു ഷോട്ട് കണ്ടോ? ഒരു 10 വയസ്സായിട്ടുള്ള വിജയന്റെ അത് പക്ഷെ നല്ല അൽമായിട്ടുണ്ട്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് അറിയില്ല. നോക്കാം. പഠനത്തെ സെപ്റ്റംബർ 5. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ തലപതി വിജയുടെ പുതിയ സിനിമയായ ഗോട്ടിന്റെ ട്രെയിലർ റിയാക്ഷനൊക്കെ ചെയ്തു. സോ അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്നലെ മമ്മി എനിക്ക് നമ്മുടെ വീട്ടിൽ ടെറസിന് മുകളിൽ നമ്മൾ കുറച്ച് പയറും സംഭവങ്ങളൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിനുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ ഞാൻ ആഡ് ചെയ്യാണ്. സോ അത് കണ്ടിട്ട് വാ. ഗൈസ്, ഡേ നമ്മൾ അന്ന് കുത്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ കുറ്റിപ്പയറുമതേ നല്ല അടിപൊളിയായിട്ട് പയറും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ സംഭവം നല്ലോണം അടിപൊളിയായിട്ട് ഗ്രോത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സോ അതേ നല്ല അത്യാവശ്യം നീളത്തിലുള്ള കുറ്റിപ്പയറാണ്. പിന്നെ ഇതേ നമ്മൾ ബാക്കി വേറെ കുത്തിയിട്ടുണ്ടായിരുന്ന പയറൊക്കെ അതേ നല്ല നീളത്തിൽ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പച്ചയുണ്ട്, പിന്നെ ഇതേ റെഡ് ഉണ്ട്. സംഭവങ്ങളൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചൊരക്കത് അടിപൊളിയായി ഉണ്ടായി നിൽക്കുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ അന്ന് വെച്ച് വന്നതാണ്. സോ സംഭവങ്ങളൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. സോ ഗൈസ്, കണ്ടല്ലോ അവിടെ നമ്മൾ അടിപൊളിയായിട്ട് വെച്ച് വന്ന സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. സോ വീട്ടിലേക്ക് അത്യാവശ്യത്തിന് മമ്മിക്കും അജാക്സിനൊക്കെ കഴിക്കാനുള്ള സംഭവമൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വെച്ച് വന്നത്. സോ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഗോട്ട് സിനിമ 5-ാം തീയതിയാണ് റിലീസ്, സെപ്റ്റംബർ 5. സോ അന്ന് നമ്മൾ എന്തായാലും പോയി കണ്ടിരിക്കുന്നതായിരിക്കും. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 വീഡിയോയിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അവൻ്റെ കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ഞാൻ ബൈ പറഞ്ഞതിന് ശേഷം ഇട്ടേക്കാം. അത് കണ്ടിട്ട് പോക്കുള്ളൂ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നാളെ അടിപൊളി വ്ളോഗായി വരുന്നത് എല്ലാവർക്കും ബൈ. പാലം എടുത്തുകൊണ്ട് വരാട്ടോ. അവിടെയൊക്കെ അത് മുടിച്ചോ താഴെ ഇറങ്ങിയത്.